വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ കോളേജിൽ ഫെയർവെല്ലായിരുന്നു. ഫെയർവെല്ലൊക്കെ കഴിഞ്ഞത് വൈകുന്നേരമായി. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പല ഏരിയയിൽ നിന്ന് വരുന്നവരാണ്. വയനാട്, വടകര, മാഹി, പിന്നെ നീലേശ്വരം, കണ്ണൂർ. അപ്പോൾ പിന്നെ നമ്മൾ ഈ കോളേജ് കഴിഞ്ഞാൽ പിന്നെ ഇനി എപ്പോഴാണ് കാണുകയെന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 2 ദിവസം അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഡേ 1 ആണ്. ഇത് നമ്മുടെ കോളേജിൻ്റെ ബാക്കിലേക്കൂടെയുള്ളൊരു വഴിയാണ്. നല്ല രസമില്ലേ കാണാൻ? സ്റ്റെപ്പ് ഇങ്ങനെ കാണുമ്പോൾ മഴയത്ത് വെള്ളമെല്ലാം ഒഴിച്ച് വരുമ്പോൾ നല്ല അടിപൊളി വൈബായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നേരെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഫ്രണ്ടിൻ്റെ പേര് അർച്ചന എന്നാണ്. അപ്പോൾ ഇന്ന് അവിടെ ആയിരിക്കും സ്റ്റേ. അപ്പോൾ 4 വർഷത്തെ കോഴ്സെല്ലാം കഴിഞ്ഞ് ഇനി കോളേജിലേക്ക് വരണ്ട. പക്ഷേ ഇനി ഫ്രണ്ട്സ് എല്ലാം കൂടി എപ്പോഴാണ് കാണുക എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഭയങ്കര വിഷമമുണ്ട്. കോളേജിലേക്ക് പോകുന്ന വഴിക്ക് ഒരു അടിപൊളി കുളമുണ്ട് കേട്ടോ. ഇവിടെ ആ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിലെ കുളമാണ്. കോളേജിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം പഴയങ്ങാടിയാണ് എൻ്റെ കോളേജ്. അപ്പോൾ നമ്മൾ ടിക്കറ്റെല്ലാം എടുത്തിട്ട് ട്രെയിന് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ വന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കോളേജിലേക്ക് വരുന്നത് ട്രെയിനിലാണ് കേട്ടോ. എന്നാലും കുറച്ച് പേര് ഞായറാഴ്ചയൊക്കെ വീട്ടിലേക്ക് പോകണമെങ്കിലും ട്രെയിനിലേക്ക് പോകും. ഞാൻ പിന്നെ ട്രെയിനിൽ കയറാത്തത് കുറേ ആയി. നമുക്ക് പഴയങ്ങാടിൽ നിന്ന് കയറി ചെറുവത്തൂരാണ് ഇറങ്ങേണ്ടത്. എന്തോ ഭാഗ്യത്തിന് ട്രെയിനിൽ തിരക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ച് തന്നെ ഇരിക്കാൻ പറ്റി. അങ്ങനെ നമ്മൾ ചെറുവത്തൂർ സ്റ്റേഷനിലെത്തി. അപ്പം ഇനി നമുക്ക് ബസ്സിന് പോകണം. അപ്പം നമ്മൾ സ്റ്റാൻഡിലേക്ക് നടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ചെറുവത്തൂർ സ്റ്റാൻഡിൽ നിന്നും ബസ്സിലേക്ക് കയറിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ന് എൻ്റെ ഫ്രണ്ട് അർച്ചനയുടെ വീട്ടിലാണ് സ്റ്റേ. അപ്പം മാവില കടപ്പുറം എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പം ഒരു കടപ്പുറം ഏരിയ ആണ്. നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഈ റോഡിൻ്റെ സൈഡിൽ പുഴ. അപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പം സൈഡിൽ പുഴയും അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് കുറേ തെങ്ങുകളും എല്ലാം. ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാൻ എന്ത് രസമായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം ബസ് ഇറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വീടിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുമ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ വീടിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ആയിട്ട് കുറേ തെങ്ങാണ്. അപ്പം നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പം നമ്മൾ വീടെല്ലാം ചുറ്റി കണ്ടതിന് ശേഷം നമ്മളെ ചായ കുടിക്കാൻ വിളിച്ച്. അപ്പം നമുക്കിനി ചായ കുടിക്കാം. അപ്പോൾ കഴിക്കാൻ ഉള്ളിവട ഉണ്ടായിരുന്നു, മുട്ട കേക്ക് ഉണ്ടായിരുന്നു, പഴംപൊരി ഉണ്ടായിരുന്നു. അപ്പം ഇതിൽ മെയിനായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഉള്ളിവടയാണ് കേട്ടോ. എന്തോ ഒരു വെറൈറ്റി മസാല ചേർത്ത പോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഉള്ളിവടയ്ക്ക്. മുട്ടയപ്പവും പഴംപൊരിയും ബാക്കി ഉണ്ടായിരുന്നു. ഈ പ്ലേറ്റിൽ ഉള്ളിവട ഒന്നുപോലും ബാക്കി ഉണ്ടായിട്ടില്ല. അതെല്ലാം നമ്മൾ തീർത്ത്. അപ്പോൾ അർച്ചനയുടെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റോളം നടന്നു കഴിഞ്ഞാൽ അപ്പുറം കടലാണ്. അപ്പം നമ്മൾ കടപ്പുറം പോവാമെന്ന് വിചാരിച്ച്. കടലടുത്തുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ആരായാലും അങ്ങോട്ടേക്ക് പോവുമല്ലോ. പിന്നെ കുറേ ഫോട്ടോ എടുക്കണം, റീലെടുക്കണം എന്നെല്ലാം ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരുടെ കയ്യിലും കുട കാണുന്നത്. മഴ പെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നില്ല. അപ്പം ചെറിയൊരു ചാറ്റൽ മഴയും പെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വൈബിൽ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പൊതുവേ നമ്മൾ ബീച്ചിലെല്ലാം പോകുമ്പം കാണുന്നത് കൂടുതലായിട്ടും കാറ്റാടി ചെടികളാണ്. അപ്പോൾ ഇവിടെ വെറൈറ്റി ആയിട്ട് കുറേ തെങ്ങുകളാണ്. അപ്പോൾ ഇവിടെ കടലിനോട് ചേർന്നൊരു വിഷ്ണുമൂർത്തി ക്ഷേത്രമുണ്ട്. അപ്പം അതിൻ്റെ ഭണ്ഡാരം നമ്മൾ ഈ കിണ്ടിയില്ലേ, അപ്പം കിണ്ടീൻ്റെ എല്ലാം ഷേപ്പിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഭണ്ഡാരമാണ്. അപ്പം നമ്മൾ അവസാനം ബീച്ചിലെത്തി. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ കടലിൽ നല്ല തിരയുണ്ടായിരുന്നു. ഈ ബീച്ചിൻ്റെ പേര് പുളിമൂട്ടിൽ ബീച്ച് എന്നാണ്.
എല്ലാ കടലും പോലെ തന്നെ ഇവിടെയും ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടായിരുന്നു. ചെരുപ്പായിരുന്നു കേട്ടോ കൂടുതൽ, ഒരു കട തുടങ്ങേണ്ട അത്രയും ചെരുപ്പ് ഉണ്ടായിരുന്നു അവിടെ. അവിടെ തോണിയിൽ കുറച്ച് പേര് മീൻ പിടിച്ചിട്ട് അവിടെ കുറേ മീനുണ്ട്. പിന്നെ ഇവിടെ സൈഡിൽ കുറച്ച് പേര് ചൂണ്ടയിട്ടിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ കടലിൻ്റെ സൈഡിലെല്ലാം ഒരുപാട് മീനിനെ നമുക്ക് കിട്ടുമെന്നാണ്. നമ്മളൊരു അടിപൊളി സ്പോട്ട് കണ്ടപ്പോൾ റീൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മളെ സ്പോട്ട്. നമ്മളെ കാറ്റാടിച്ചെടി കുറച്ചുണ്ട് അതിൻ്റെ ബാക്കിൽ. അപ്പോൾ ഒരു പച്ചപ്പ് വിരിച്ചൊരു പ്രദേശം. അപ്പോൾ നമ്മൾ റീല് തപ്പിക്കൊണ്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ ഡാൻസും സ്റ്റെപ്പും കണ്ടിട്ട് നിങ്ങൾക്ക് ഇതേത് പാട്ടാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ റീസെൻ്റായിട്ട് വൈറലായ ഒരു സോങ് തന്നെയാണ്. ഈ റീൽസ് എൻ്റെ ചാനലിൽ യൂട്യൂബ് ഷോർട്സിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 2 3 എത്ര ടേക്ക് എടുത്തു എന്നുള്ള കാര്യം നമുക്ക് പോലും അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ ഒരു തോണി കണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടാന്ന് തോന്നി. കാണുന്ന പോലെയല്ല, തോണീൻ്റെ ഉള്ളിൽ നല്ല ആഴുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് തോണി ഇത്ര അടുത്ത് കാണുന്നത്. എല്ലാവരും ഫോട്ടോസും റീൽസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ബീച്ചിൻ്റെ വേറെ ഒരു ഭാഗത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ മൊത്തം കരിങ്കല്ലായിരുന്നു. അപ്പം കരിങ്കല്ല് ഇങ്ങനെ അട്ടി വെച്ചിട്ട് നടക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പൊതുവെ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഒരു പുഴ വന്നിട്ട് കടലിലേക്ക് ചേരുന്ന ഒരു ഭാഗം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു ഭാഗത്ത് കടൽ, ഒരു ഭാഗത്ത് പുഴ. അപ്പോൾ പുഴ വന്ന് ഇങ്ങനെ കടലിലേക്ക് ചേരുന്നത് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. കരിങ്കലിൻ്റെ പോർഷൻ കടലിൻ്റെ കുറച്ച് ഭാഗം വരെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നടക്കാനല്ല നമുക്ക് പറ്റും അതിൽ. പിന്നെ മഴ പെയ്തുകൊണ്ട് നല്ല സ്ലിപ്പറി ആയതുകൊണ്ട് നമ്മളെ പോയിട്ടില്ല. വെറുതെ ഒന്ന് നടക്കുമ്പം തന്നെ നമ്മളിൽ 2 പേര് സ്ലിപ്പായിട്ട് വീഴാൻ പോയി. പിന്നെ അധികം അങ്ങോട്ട് നടക്കുന്നത് സേഫ് അല്ല എന്ന് വിചാരിച്ചു. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ്. കൂടാതെ വൈകുന്നേരം ഇവിടെ വന്നാൽ നല്ല കാറ്റായിരിക്കും. അപ്പോൾ കാറ്റെല്ലാം കൊണ്ടിരിക്കാൻ നല്ല രസമാണ്. സൂര്യാസ്തമയമൊക്കെ കണ്ട് സമയം ഏകദേശം രാത്രി ആവാനായി. സ്ട്രീറ്റ് ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഏകദേശം സമയം 7 മണിയായി. അപ്പോഴത്തേക്കാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയത്. കുളിച്ചല വരുമ്പോഴത്തേക്കും ഫുഡ് റെഡിയായി. നെയ്ച്ചോറും ചിക്കൻ കറിയും ബീഫും പിന്നെ അച്ചാറുണ്ടായിരുന്നു, പിന്നെ കച്ചമ്പറും. അപ്പോൾ Day 1 വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ Day 2 വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.